കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 22:34 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരോ, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്തവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ലീമായിലെ വിശുദ്ധ റോസിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. റോസ് എന്നായിരുന്നില്ല അവരുടെ ഒറിജിനൽ പേര്, ഇസബൽ എന്നായിരുന്നു. ഒരു ലാറ്റിൻ അമേരിക്കൻ വിശുദ്ധ. അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല, അവരെ ശുശ്രൂഷിച്ചിരുന്നൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി നോക്കിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ മുഖം അസൽ റോസപ്പൂ പോലെ മാറുന്നത് കാണാൻ പറ്റി. അങ്ങനെയാണ് ഈ ഒരു പേര് അവർക്കുണ്ടായത്, ലീമായിലെ വിശുദ്ധ റോസ്. അങ്ങേയറ്റം സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. കുടുംബത്തിന് ഇഷ്ടം പോലെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ അത് ക്ഷയിച്ചു പോകുന്നത്. മാത്രമല്ല, റോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചർമ്മകാന്തി പ്രധാനപ്പെട്ടതേ ആയിരുന്നില്ല. ദൈവത്തോടുള്ള സ്നേഹം അതുമൂലമാണ് അവൾക്ക് അപ്രകാരം ഈ ചർമ്മകാന്തിക്ക് വലിയ സ്ഥാനം കൊടുക്കാതെ കണ്ട് ആത്മീയ സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ വിശുദ്ധ റോസിന് സാധിച്ചത്. വളരെ അപൂർവം ആൾക്കാർക്ക് നടത്താവുന്നൊരു പ്രാർത്ഥന ഈ വിശുദ്ധ നടത്തിയിരുന്നു. കർത്താവെ, എൻ്റെ സഹനം വർദ്ധിപ്പിക്കുക, ഒപ്പം സഹനശീലവും എന്ന് പറഞ്ഞാൽ സഹനശക്തി. എനിക്ക് സഹനശക്തി തന്നാൽ മതി, ഞാൻ എന്തുമാത്രം വേണേലും സഹിക്കാം എന്ന് പറഞ്ഞൊരു വ്യക്തി. വിശുദ്ധ മഗ്ദലന ദെ പാസി, ആ വിശുദ്ധിയും ഇതുപോലെ പ്രാർത്ഥിച്ചിരുന്നൊരു വ്യക്തിയാണ്. കർത്താവെ, കൂടുതൽ സഹനങ്ങൾ എന്നെ ഏൽപ്പിക്കുക, ദീർഘകാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ, അങ്ങനെ എനിക്ക് സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ് ആ വിശുദ്ധ വിളിച്ചു പറഞ്ഞത്. ഇനി ഇതൊക്കെ ദൈവാനുഭവം അത്രയ്ക്ക് ആഴപ്പെട്ട് കഴിയുമ്പോൾ ചിലർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള സ്നേഹം വളർത്താനുള്ള പരിശ്രമം നടത്തുക. അപ്പോഴാണ് ഇങ്ങനത്തെ മനോഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക. യാത്രയൊക്കെ പോകുന്നതിന് മുമ്പ് വിശുദ്ധ റോസ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. കുരുമുളക് അരച്ച് ഫേഷ്യലിംഗ് നടത്തും പോലെ മുഖത്ത് പുരട്ടുമായിരുന്നു. ഇതിനെന്നറിയോ, അവളുടെ ആ സൗന്ദര്യം, അതിൻ്റെ പേരിൽ ആർക്കും ഒരു ഉതപ്പും ഉണ്ടാകണ്ട. എനിക്ക് സൗന്ദര്യമല്ല പ്രധാനപ്പെട്ടത്, മറ്റുള്ളവർക്ക് ഒരു പാപത്തിന് ഹേതുവാകാതിരിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു പോലും അങ്ങേയറ്റം വരെ പോയിരുന്ന ഒരു വ്യക്തിയാണ് റോസ്. ഒരിക്കൽ ആരോ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോഴത്തേക്കും റോസിനോട് പറഞ്ഞു, റോസേ, നിൻ്റെ കരങ്ങൾ വളരെ മൃദുലമാണ്, സ്മൂത്ത്, യുവർ ഹാൻഡ്സ് ആർ വെരി സ്മൂത്ത്. അത് കേട്ടത് ഇവർ പോയിട്ട് ചെയ്തത് ചൂട് ചാരത്തിൽ കൈ അമർത്തിപ്പിടിച്ച് അങ്ങനെ ആ കൈകൾ അതെല്ലാം പരുക്കനാക്കി മാറ്റി. ഇന്നത്തെ പിള്ളേരാണെങ്കിൽ കുറച്ച് നേരം കൂടെ പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. അതാണ് വ്യത്യാസം. ഈ വിശുദ്ധ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ, മറ്റുള്ളവരുടെ പ്രശംസ, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ദൈവത്തിന് മുമ്പിൽ സ്ഥാനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ വളരെ ത്യാഗപൂർവ്വം ജീവിച്ച, ഭക്ഷണകാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ക്രമീകരിച്ച് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത എന്തെങ്കിലും കായ്കനികളൊക്കെ ഭക്ഷിച്ച് ജീവിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ റോസ്. നമുക്ക് ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കാം, നമുക്ക് ഈ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക സൗന്ദര്യം.
അതിനേക്കാൾ വിലപ്പെട്ടതാണ് ആത്മീയ സൗന്ദര്യം. ആത്മീയ സൗന്ദര്യം നമുക്കുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ അണിയുമ്പോഴാണ്. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണേലും വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് ആത്മീയ സമ്പത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൽപ്പേര് ഒരുപാട് വിലപ്പെട്ടതാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ ദാനധർമ്മം നമ്മുടെ നിക്ഷേപമാക്കി സമ്പത്താക്കി മാറ്റുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലൗകിക സമ്പത്ത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ലൗകിക സമ്പത്ത്. അത് സമ്പാദിക്കാൻ ഏത് മാർഗത്തിലൂടെ പോകണമെങ്കിലും പോയെന്ന് വരും. ഇനി അത് ദൈവം പറയുന്നത് പോലെ ഒട്ടും ഉപയോഗിക്കാൻ അവർക്ക് പറ്റത്തുമില്ല. ഒരു ധനികനെ കർത്താവ് നിർദ്ദേശിച്ചൊരു കാര്യം, നിനക്ക് വലിയ സമ്പത്തുണ്ടാവും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അവന് നിരാശനായിട്ട് അവിടുന്ന് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്ത് ആത്മീയ സമ്പത്താണെന്നുള്ള തിരിച്ചറിവുള്ളവർക്കേ അവരുടെ സമ്പത്ത് ദൈവം പറയുന്നത് പോലെ വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. സമ്പത്ത് സമ്പാദിക്കുന്നത് എപ്പോഴും കൽപ്പനപ്രകാരമായിരിക്കണം. സമ്പത്ത് കറപുരളാത്ത സമ്പത്തായിരിക്കണം. ഇതെല്ലാം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന എസെക്കിയേൽ 37 നമ്മൾ കണ്ടൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വചനം നമ്മൾ ഏറ്റെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന അത്ഭുത പ്രവൃത്തി, ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ കണ്ടു ഒരു അസ്ഥികളുടെ താഴ്വാര, അവിടെ അസ്ഥികൾ വിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. ദൈവം പ്രവാചകനോട് ആവശ്യപ്പെട്ട് ഈ അസ്ഥികളോട് വചനം പറയുക. അങ്ങനെ പറഞ്ഞ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കിരികിരാ ശബ്ദം. അസ്ഥികൾ, നിരന്നു കിടന്ന അസ്ഥികൾ അടുത്തു വരുന്നു, ഒരുമിച്ച് കൂടുന്നു. ആ അസ്ഥികളുടെ മേൽ ഞരമ്പുണ്ടാകുന്നു, മാംസമുണ്ടാകുന്നു, ചർമ്മമുണ്ടാകുന്നു. ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നതും കാണാൻ പറ്റും. സാധാരണ നടക്കാറുള്ള കാര്യമാണിത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാവുന്നത് നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നുണ്ട്, ലാസറ് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു, കർത്താവ് വന്നിട്ട് അവനെ വീണ്ടും ജീവനിലേക്ക് നയിക്കുന്നത് സാധാരണ നടക്കാറുള്ള കാര്യമാണോ? അല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. പരിശുദ്ധ കന്യാമറിയത്തോടെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞൊരു കാര്യം, നീ പുരുഷബീജമില്ലാതെ തന്നെ നീ ഗർഭം ധരിക്കും. അത് പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കാനിരിക്കുന്നൊരു കാര്യമാണ്. സാധാരണ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പം അതുകൊണ്ട് അസാധാരണ കാര്യങ്ങൾ ദൈവത്തിന് നടത്തിത്തരാൻ പറ്റും. അതിന് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവാശ്രയത്വം നമുക്കുണ്ടാകണം. ദൈവവചനം ഏറ്റെടുക്കാൻ, വചനം ദൈവം തന്നെ ആയതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇതിനെല്ലാം വളരെ ആവശ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം, മുഴു ശക്തിയോടെ ആയിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമുക്കാണെങ്കിൽ സാധിക്കും, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം വാരി വർഷിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈബിളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇതിന് വളരെ ആവശ്യമായിട്ടുള്ള 2 കൽപ്പനകൾ, അത് ഗലാത്യർ 5 അതിൻ്റെ 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ 2 കൽപ്പനകളിൽ ബാക്കി എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദര സ്നേഹത്തിൽ വളരുക, 10 കൽപ്പനകളും പാലിക്കുന്നവരായിട്ട് നിങ്ങൾ മാറിക്കൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റും. അടുക്കും ചിട്ടയുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്കും പറ്റും. അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ലോക ജീവിതം തീർത്ത് പോവുക എന്നുള്ള ചിന്തയല്ല നമുക്ക് വരേണ്ടത്. ഏറ്റവും പെർഫെക്റ്റായിട്ട് പരിപൂർണതയിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയുള്ളവർക്കുള്ളതാണ് മരണാനന്തരം സ്വർഗ സൗഭാഗ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയെ നീങ്ങുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.